നമസ്കാരം. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. മൂന്നാം പാദ ഫലങ്ങളും പണപ്പെരുപ്പത്തിന്റെ കണക്കുകളും ഉറ്റുനോക്കിയ നിക്ഷേപകർ. IT ഓഹരികൾക്ക് നേട്ടം. ഓയിൽ ആൻഡ് ഗ്യാസ്, റിയൽറ്റി ഓഹരികളിൽ നഷ്ടം. വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിക്ക് തുടക്കമായി. കഴിഞ്ഞ ദശകത്തിൽ രാജ്യത്ത് റിലയൻസ് 12 ലക്ഷം കോടി നിക്ഷേപിച്ചെന്ന മുകേഷ് അംബാനി. ഹരിത വളർച്ചയിൽ ഗുജറാത്തിനെ ആഗോള നേതാവാക്കാൻ കൂടുതൽ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനം. അടുത്ത 5 വർഷം ഗുജറാത്തിൽ 2 ലക്ഷം കോടിയുടെ നിക്ഷേപം നടത്തുമെന്ന് ഗൗതം അദാനി. 3200 കോടിയുടെ നിക്ഷേപം പ്രഖ്യാപിച്ച് സുസുക്കി മോട്ടോഴ്സ്. ഗിഫ്റ്റ് സിറ്റിയിൽ 100 കോടിയുടെ നിക്ഷേപം നടത്താൻ പേടിഎം. രാജ്യത്ത് സിമന്റ് വില കുറഞ്ഞു. ചാക്കിന് 10 രൂപ കുറഞ്ഞെന്ന നോമുറ റിപ്പോർട്ട്. ദക്ഷിണേന്ത്യയിൽ സിമന്റ് വിലയിൽ ജനുവരിയിൽ രേഖപ്പെടുത്തിയത് 19 രൂപയുടെ കുറവ്. പ്രതികൂല കാലാവസ്ഥ മൂലം ഡിമാൻഡ് കുറഞ്ഞത് വില കുറയാൻ കാരണമായെന്ന് റിപ്പോർട്ട്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ കണക്ക് മാറ്റമില്ലാതെ നിലനിർത്തി ലോകബാങ്ക്. GDP വളർച്ച 6.4%. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി തുടരും. ശക്തമായ ആഭ്യന്തര ഡിമാൻഡും അടിസ്ഥാന മേഖലയിലെ ചെലവുകളും വളർച്ച കൂട്ടുമെന്ന പ്രവചനം. കോവിഡാനന്തര വീണ്ടെടുക്കൽ മന്ദഗതിയിലാകുമെന്നും ഗ്ലോബൽ ഇക്കണോമിക്സ് പ്രോസ്പെക്ട് റിപ്പോർട്ട്. യാത്രക്കാരുടെ എണ്ണത്തിൽ ആഗോളതലത്തിൽ മികവ് തെളിയിച്ച് ഇൻഡിഗോ. യാത്രക്കാരുടെ എണ്ണത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈനുകളിൽ ഇൻഡിഗോ 2ാം സ്ഥാനത്ത്. ഇൻഡിഗോയുടെ പ്രതിദിന സീറ്റുകളിൽ 2019 അപേക്ഷിച്ച് 29.7% ഉയർന്നു. ഇനി മാർക്കറ്റിന്റെ ട്രെൻഡിലേക്ക് നമുക്ക് കടക്കാം. നിലവിൽ ഓഹരി വിപണി ഒരു കറക്ഷന്റെ പാതയിലായിരുന്നു. നിലവിൽ ഓഹരി വിറ്റൊഴിക്കലിനെ തുടർന്ന് വലിയൊരു സമ്മർദ്ദമാണ് ഇന്ത്യൻ ഓഹരി വിപണി നേരിടുന്നത്. ആദ്യം തന്നെ നമുക്ക് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ നിലവിലെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റി നിലവിൽ 21,503.70 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടത്തുന്നത്. അതായത് 41.15 പോയിന്റ് കുറവിൽ നിലവിൽ വ്യാപാരം നടത്തുന്നത്. വൻതോതിൽ ഓഹരി വിപണിയിലൊക്കെ തന്നെ വിറ്റൊഴിക്കൽ സമ്മർദ്ദം പ്രകടമായി തുടരുകയാണ്. നിലവിൽ ഗ്ലോബൽ മാർക്കറ്റ് ഒരു തരത്തിൽ ഒരു സ്ലോ ഡൗൺ ആയതൊക്കെ തന്നെ മാർക്കറ്റിനെ നിലവിൽ ഒരു അപ്വേർഡ് ട്രെൻഡിലേക്ക് നയിക്കാൻ കാരണമായിട്ടുണ്ടായെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ബാങ്ക് ഒരു നിലവിൽ ഒരു അപ്വേർഡ് ട്രെൻഡാണ് കാണിക്കുന്നത്. അതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. നിലവിൽ നിഫ്റ്റി ബാങ്ക് വ്യാപാരം നടക്കുന്നത് 47,282.05 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്ക്. നിഫ്റ്റിയിലെ ബാങ്ക് ഓഹരികളൊക്കെ തന്നെ വലിയൊരു പോസിറ്റീവ് ട്രെൻഡിലേക്ക് ഉയർന്നിട്ടുണ്ട്. പക്ഷേ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 21,191.40, അതായത് ഒരു 5.85 ഒരു കുറവിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിലവിൽ സെൻസെക്സിൽ വ്യാപാരം നടക്കുന്നത് 71,276.26 പോയിന്റിലാണ്. നിലവിൽ 71,257 പോയിന്റിലേക്ക് കുറഞ്ഞിരിക്കുകയാണ്. അതായത് 122 പോയിന്റ് ഡൗൺവേർഡിലാണ് നിലവിൽ സെൻസെക്സിൽ വ്യാപാരം നടക്കുന്നത്. ഇനി നമുക്ക് US ഡോളറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഡോളർ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വോളറ്റൈൽ കറൻസിയാണ് ഡോളർ. അതുകൊണ്ട് തന്നെ ആഗോള മാർക്കറ്റിലുണ്ടാകുന്ന ഒരു ഇടിവ്, ഒരു സ്ലോ ഡൗൺ ഒക്കെ തന്നെ ഡോളറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഡോളർ 83 എന്ന നിലയിലേക്ക്, അതായത് 0.05 ഇടിഞ്ഞ് 83 എന്ന പോയിന്റിലേക്ക് പോയിരിക്കുകയാണ്. ഇനി മാർക്കറ്റ് വ്യൂവിൽ നമുക്കൊരു അതിഥിയുണ്ട്. DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ തോമസ് ആണ് ഇന്ന് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി നമ്മളോടൊപ്പം എത്തുന്നത്. ശ്രീ പോൾ തോമസ്, എങ്ങനെയാണ് നമ്മുടെ ഒരു ഇൻട്രാ ട്രേഡ് നിലവിൽ നടക്കുന്നത്? ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീ പോൾ തോമസ്, ആദ്യത്തെ ഏതാനും മിനിറ്റുകളിൽ ഒരു പെട്ടെന്നൊരു സഡൻ ഫോൾ ഉണ്ടായെങ്കിലും പിന്നീട് നമ്മൾ മാർക്കറ്റ് തിരിച്ച് കയറി വളരെ സ്റ്റഡി ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് പിന്നീട് കണ്ടത്. പിന്നീട് 21,450 21,550 ഇടയിൽ മാർക്കറ്റ് വളരെ സ്റ്റഡി ആയിട്ട് ഒരു മൂവ്മെൻറ്റ് 100 പോയിൻ്റ് മൂവ്മെൻ്റാണ് ഇന്നത്തെ ദിവസം മൊത്തത്തിൽ വന്നിരിക്കുന്നത്. ഞാൻ കാലത്ത് പറഞ്ഞ പോലെ മാർക്കറ്റ് ഒരു തിരുത്തലിൻ്റെ പാതയിൽ തന്നെയാണ്. ഇന്ന് പ്രധാനമായിട്ട് കമ്പനികളിലേക്ക് വന്നു കഴിഞ്ഞാൽ
കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് 10 രൂപയുടെ ഫേസ് വാല്യൂ ആയിരുന്നത് 5 രൂപ ഫേസ് വാല്യൂയിലേക്കായി. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസ് പകുതിയിലേക്ക് താന്നിട്ടുണ്ട്. എന്നാലും പകുതിയുടെ മുകളിലാണ് നിൽക്കുന്നത്. 745 രൂപ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അദാനി സ്റ്റോക്കുകൾ ഇന്ന് ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. അദാനി എൻ്റർപ്രൈസസ് 2% മുകളിലും, അദാനി ഗ്രീൻ 3% മുകളിലും, അദാനി പോർട്സ് 1% നമുക്ക് ഒരു ക്ലോസിംഗ് ബെല്ലിന്റെ സമയത്ത് വിപണിയിൽ ഒരു ശുഭസൂചകം ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഇനി ബാക്ക് ടു ഹാഷ്മി. DBFS Market View സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്.